നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ മാത്തമാറ്റിക്സ് ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുമുള്ള എളുപ്പവഴി. ആദ്യം നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം നമ്പേഴ്സിനെ. ഓക്കെ, ഫസ്റ്റ് നമ്പർ നമുക്ക് 12 × 5 ഒന്ന് ചെയ്ത് നോക്കാം. 12 × 5 12 × 5. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് നമ്പറിൻ്റെ ആദ്യത്തെ സംഖ്യയുടെ പകുതി എടുക്കുക, അതായത് 6. പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 60. അപ്പോൾ 12 × 5 ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 12ൻ്റെ ഹാഫ് എടുക്കുക, എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പർ നോക്കാം. 36 × 5 36 × 5 36 × 5. ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്ക് 36ൻ്റെ പകുതി, 30ൻ്റെ പകുതി 15, 15 3, അതായത് 18. 36 × 5 18, പിന്നെ ഒരു 0. 36ൻ്റെ പകുതി 18, പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പർ നമുക്ക് എന്തെടുക്കാം, 246 അല്ലെങ്കിൽ 246 × 5. ഓക്കെ, ഇതിൻ്റെ ഹാഫ് എടുക്കാം. ഇതിൻ്റെ ഹാഫ് ആകുമ്പോൾ 1, 4ൻ്റെ ഹാഫ് 2, 3, 1 2 3, പിന്നെ ഒരു 0. 1230 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വേറൊരു നമ്പർ നോക്കാം. 346 × 5. 346. 300ൻ്റെ ഹാഫ്, 300ൻ്റെ ഹാഫ് എത്രയാണ്, 150. 40യുടെ ഹാഫ് 20, അപ്പോൾ 170 ആയി, 173. 173. ആരുടെ ഹാഫ്, 346ൻ്റെ ഹാഫ്, പിന്നെ ഒരു 0. ഇപ്പോൾ എന്തായി, നമ്മുടെ 346 × 5 ആയി. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയിട്ട് നമുക്ക് നടത്താം. 4 6 4 8 4 6 2 × 5. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പകുതി എടുത്തിട്ട് 0, ഹാഫ് എടുത്തിട്ട് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4ൻ്റെ ഹാഫ് 2, 6ൻ്റെ ഹാഫ് 3, 4ൻ്റെ ഹാഫ് 2, ദെൻ 8ൻ്റെ ഹാഫ് 4, 4ൻ്റെ ഹാഫ് 2, ദെൻ 6ൻ്റെ ഹാഫ് 3, 2ൻ്റെ ഹാഫ് 1, പിന്നെ 0. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഈ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഡിവിഷൻ എങ്ങനെ ചെയ്യാം നോക്കാം. 5 കൊണ്ടുള്ള ഡിവിഷൻ. ക്വസ്റ്റ്യൻ 1. 12 ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ നേരെ ഡബിൾ എടുക്കുക, അതായത് 12ൻ്റെ ഡബിൾ 24. 24 നമ്മൾ ഇൻറ്റു ചെയ്യാൻ നേരത്ത് ഒരു 0 ആഡ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്കിവിടെ എന്താണ് വേണ്ടത്, പോയിൻ്റ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. 2.4. 2.4, അതായത് ഡബിൾ എടുത്തിട്ട് 12ൻ്റെ ഡബിൾ എടുത്തിട്ട് ഒരു പോയിൻ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 10 ചെയ്യുക. അവിടെ ഇൻറ്റു 10 ചെയ്തെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 10 ചെയ്യുക. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സെക്കൻഡ് വൺ, 36 ഡിവൈഡഡ് ബൈ 5. 36ൻ്റെ ഡബിൾ എത്രയാ, 72. 60യും 12ഉം 72. അപ്പോൾ 72 എന്ന് എഴുതിയതിന് ശേഷം ഒരു പോയിൻ്റ് എക്സ്ട്രാ, അപ്പോൾ 7.2. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക്
101 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കാം. 101 ഡിവൈഡ് ബൈ 5 എത്രയാണ്? ഇതിൻ്റെ നേരെ ഡബിൾ. ഓക്കെ, 202. ഇവിടെ ഒരു പോയിന്റ് 20.2. കുറച്ചുകൂടെ പാടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. 3 2 4 2 ഡിവൈഡഡ് ബൈ 5. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ 6 4 8 4 പിന്നെ ഒരു പോയിൻ്റ്. ഓക്കെ, അപ്പോൾ 648.4 അല്ലെങ്കിൽ 648.4 നമുക്കിവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1 2 3 1 2 3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുക്കാം. 1 1 ഡബിൾ 2 4 6. നമ്മൾ നോർമലി മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ധാരാളം കണക്കുകൾ നമ്മളുടെ മുന്നിൽ വരാറുണ്ട്. അപ്പോൾ അതിൽ ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ആൻസറിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ 246 246 എന്ന് കിട്ടി. ഇതിൻ്റെ ഡബിളായിട്ട് അതിൻ്റെ കൂടെ ലാസ്റ്റ് ടൈം എന്ന് ഒരു പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നൊരു എഫക്റ്റ് ഇവിടെ വരണം. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. താങ്ക് യു.